ബേബിയമ്മേ, ഇന്ന് എനിക്ക് ഒരു കഥ പറഞ്ഞു തരാമോ? കഥ പറയാലോ, രാത്രിക്ക് കിടക്കാൻ നേരത്ത്. ബേബിയമ്മേ, ഇതിരിങ്ങ എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് ബേബിയമ്മേ ഇവിടെ ഇരിക്കാൻ? വെറുതെ ഇരിക്കുക. മുമ്പിലിങ്ങ എവിടെ നിന്ന് വെച്ച്? ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു. വേണോ? വേണ്ട, കഴിച്ചു. എന്നാ ഒന്ന് തരാം. അവളോട് അവളെ പറ്റു. എന്നാള് നിനക്ക് വേണമെങ്കിൽ കിടക്കാം. ചേച്ചി എന്നെ കഴിക്കാൻ കൂട്ടിയില്ല. കൂട്ടിയില്ലേ? നമുക്ക് ചോദിച്ചാലോ. എന്താടി അമ്മ ഇവിടെ കളിക്കാൻ കൂട്ടാതെ? എന്തിനാ മാളുകളോ മാന്തിയെ? അതിന് മാന്തരുത്, ഒരുമിച്ചിരുന്ന് കളിച്ചോ. അപ്പനും അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പനും അമ്മമ്മയും കൂടി പുള്ളി പറക്കാനുണ്ട്. അപ്പനും അമ്മമ്മയും കൂടെ പുള്ളി പറക്കാണ്. പുള്ളി പറക്കിക്കൊണ്ട് അപ്പനും അമ്മമ്മയും കൂടെ വീട്ടിൽ വന്നു. അപ്പോൾ അപ്പൻ പറഞ്ഞു, അമ്മമ്മ കഞ്ഞി വെച്ചെന്ന് പറഞ്ഞു. ഒരു അപ്പൻ പറഞ്ഞു, ഞാൻ പോയി ഇച്ചിരി കൂടി ചുള്ളി നോക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൻ ചുള്ളി നോക്കാൻ പോയി. അപ്പം ചുള്ളി നോക്കാൻ പോയി നമ്മൾ 2 ചേര കിടക്കും. അപ്പം പേടിച്ചു പോയി. അമ്മമ്മേ ഓടി വാ. എന്താണ് അപ്പൂപ്പ? കാട്ടിലെ ചേര കിടക്കുന്നു, എനിക്ക് പേടി വരുന്നു. അയ്യോ അപ്പൂപ്പ ഓടില്ലേ, ഇങ്ങോട്ട് പോരണം അമ്മ പറയും. അപ്പൂപ്പൻ പോകും. അമ്മമ്മ അപ്പൂപ്പൻ എന്ത് നോക്കാൻ പോയി. അങ്ങനെ നോക്കാൻ നമുക്ക് ചേര അവിടെ ഇല്ല. അപ്പം 2 മുയലിനൊക്കെ മുയൽ ഓടി ഒരു വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അവിടെ കുറച്ച് അരി കിടന്നു. കുറച്ച് അരിക്കകത്തേക്ക് മുയൽ വീണു. അപ്പം അമ്മ പറഞ്ഞു, അയ്യോ എൻ്റെ ചകിരിയുടെ അകത്ത് മുയൽ കയറിയില്ല, എൻ്റെ ചകിരി എല്ലാം ചീത്തയിൽ പോകും. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു, അമ്മ മുയലിന് ഓടിക്കണ്ട, അല്ലേ പ്രസവിക്കാനായിട്ട് പോകുക. അപ്പം അങ്ങനെ ആക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ മുയൽ പ്രസവിച്ചിട്ട് 10 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അയ്യോ ഇത്ര കുഞ്ഞുങ്ങളുണ്ടോ എന്ന് അമ്മ ചോദിച്ചു. ശരിക്കും ഇനി ഞാൻ ഓടിക്കത്തില്ല, നമുക്കിങ്ങനെ വളർത്തിയെടുക്കാമെന്ന് പറയും. അങ്ങനെ അമ്മമ്മ അവിടെ വളർത്തി ഓരെണ്ണയൊക്കെ ആൾക്കാർക്ക് വിറ്റ്. എന്നാലും അമ്മമ്മയുടെ ഒരുപാട് കാശുണ്ടായി. അങ്ങനെ അമ്മമ്മ കാശുണ്ടാക്കി വലിയ വീടൊക്കെ വെച്ച് അമ്മമ്മ വലിയ കാശുകാലത്തിയായി. കാശുകാലത്തിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, ഇനി നമുക്ക് ഇങ്ങനെ മുയലിനെ വളർത്താം. മുയലിനെ വളർത്തിയാൽ നല്ല ലാഭക്കച്ചവടമാണ്, കാശ് ഇഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ മുയലിനെ വളർത്തണം. എല്ലാ വീടുകളിലും മുയലിനെ വളർത്തും. ഇതുകൊണ്ടാണ് കഥ അങ്ങ് തീർന്നു. ആൺകുട്ടി, ഈ കഥയൊക്കെ നമുക്ക് നാളെ പറയാം. നേരെ ഒരുപാടായി, ലൈറ്റൊക്കെ ഓഫാക്കാം.